നേരത്തെ ആലപ്പുഴ നവജാത ശിശുവിന് വലിയ അംഗവൈകല്യം സംഭവിച്ചിരുന്നു. അത് ഈ സ്കാൻ റിപ്പോർട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിലിപ്പോൾ അവിടെ പ്രതിഷേധമുണ്ട്. അവിടെ ആശുപത്രിയിൽ ഉപരോധ സമരം നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിക്കുകയാണ്. അതിഗുരുതരമായ ആരോഗ്യ വൈകല്യങ്ങൾ ആ കുഞ്ഞിനുണ്ടായി എന്ന് പറഞ്ഞാൽ കണ്ണും ചെവിയും ഒന്നും യഥാസ്ഥാനത്തല്ല. വളർന്നു കിടക്കുമ്പോൾ നാവ് ഉള്ളിലേക്ക് പോകുന്ന പ്രശ്നമുണ്ട്. കുഞ്ഞിന് പാൽ കൊടുക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. അത്തരത്തിൽ സാധാരണമായ വൈകല്യങ്ങളുമായി ആ കുഞ്ഞ് ജനിച്ചു. ഏതെങ്കിലും തരത്തിൽ ഡോക്ടർമാർ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് സമര രൂപത്തിലേക്ക് പോകുന്നു. നേരത്തെ ഈ ലാബുകാരനൊക്കെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന കാഴ്ച എന്തോ രവിയോ റേഡിയോളജിസ്റ്റ് പറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പക്ഷേ അങ്ങനെയെങ്കിൽ ആർക്കാണ് ഇത് അറിയേണ്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. മനീഷ് മഹിബാൽച്ചേരിയാണ്. മനീഷ്, നേരത്തെ റേഡിയോളജിസ്റ്റ് ആ ലാബിലെ ആൾ പറഞ്ഞത് പുള്ളിക്ക് അദ്ദേഹത്തിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, എനിക്കൊന്നും അറിയില്ല. ഒന്നാം പ്രതിയെ ഡോക്ടർ പറയുന്നത് എനിക്കൊന്നും അറിയില്ല. മനീഷ്, ആർക്കെങ്കിലുമൊക്കെ അറിയണമല്ലോ ഇത്. ആലപ്പുഴയിലെ നവജാത ശിശുവിന് അസാധാരണ വൈകല്യം കണ്ടെത്തിയെന്ന പരാതിയിൽ DMOയുടെ റിപ്പോർട്ട് തേടി ആരോഗ്യവകുപ്പ് ഡയറക്ടർ. ഇപ്പോൾ ഡോക്ടർ ഉപരോധിക്കുകയാണ് അവിടെ. കുടുംബം നൽകിയ മനീഷ് പറഞ്ഞോ. കുടുംബം നൽകിയ പരാതിയിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. സ്വകാര്യ ലാബിൽ പരിശോധന നടത്തുമ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു എന്നാണ് പോലീസ് അവിടെ കണ്ടെത്തിയത്. റേഡിയോളജിസ്റ്റിനകത്ത് സംസാരിച്ചത് ഈ പറയുന്ന ആവർത്തിച്ച് നടത്തിയ സ്കാനിലും ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന സംഭവമല്ല എന്നൊക്കെയാണ് ഈ റേഡിയോളജിസ്റ്റ് പറയുന്നത്. അതെന്തോ അസാധാരണമായ ജനിതക വൈകല്യം, വലിയ രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ശിശു ആശുപത്രിയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധമാണ്. ഇവരുടെ ആവശ്യം ഇത് സർക്കാർ ഡോക്ടർമാർക്ക് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതായത് ലാബിലെ ടെക്നീഷ്യന്മാരുമായി ചേർന്ന് നടത്തുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ അനാസ്ഥ ഉണ്ടായത്. കാരണം ഈ 7ഓളം പരിശോധന നടത്തി ലാബിൽ നിന്നും റിസൾട്ട് ലഭിച്ചു. പക്ഷേ ഇതിലൊന്നും തന്നെ പ്രധാനപ്പെട്ട സീനിയർ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർമാർക്ക് അതിലൊന്നും അപാകത കണ്ടെത്താൻ സാധിച്ചില്ല എന്ന അവരുടെ വാദം വിചിത്രമായി മാത്രമേ അംഗീകരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം, കർശന നടപടി ഈ ഡോക്ടർമാർക്കെതിരെ ഉണ്ടാകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രതിഷേധം. നിലവിൽ ആലപ്പുഴ സർക്കാർ വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ടിനെ ഉപരോധിച്ചുകൊണ്ടാണ് ലീഗ് പ്രവർത്തകർ ഇവിടെ ഉപരോധിക്കുന്നത്. നേരത്തെ ആദ്യം ചർച്ചയാണ് നടത്തിയത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ രീതിയിൽ സർക്കാർ ഇടപെടണം എന്നുകൂടിയാണ്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് DMO സൂപ്രണ്ടിനോട് റിപ്പോർട്ട് അടിയന്തരമായി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ വിഭാഗം, അതായത് ഡയറക്ടർ ഇതിന്റെ റിപ്പോർട്ട് DMOയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്നാണ് സൂപ്രണ്ടിനോട് ഇത് സംബന്ധിച്ച് പ്രാഥമികമായി അന്വേഷിച്ച് റിപ്പോർട്ട് ഇന്ന് തന്നെ കൈമാറാനും ആ പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയ ശേഷം പിന്നീട് DMOയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് മെഡിക്കൽ ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് കൈമാറുകയുള്ളൂ. ഇങ്ങനെ ഇരിക്കെയാണ് നിലവിൽ പ്രതിഷേധ പരിപാടിയുമായി ലീഗ് മുന്നോട്ട് വരികയും ഇവിടെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ടിനെ ഉപരോധിക്കുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുകയും